പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെടുത്ത് പങ്കാളിക്കൊണ്ടാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കുക, ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മരുന്ന് പല സ്ഥലങ്ങളിലില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂല് ഇല്ല. നൂല് വാങ്ങിച്ചു കൊണ്ടുവന്നാലേ സർജറി നടക്കില്ല. നൂല് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാര്, സ്റ്റാഫ് പറയുക സർജറി വേണോ, മരുന്നെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. പണ്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആയിരുന്ന മുഴുവൻ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. 10,000 രൂപയുടെ മരുന്നുകളാണ് സൗജന്യമായി നേരത്തെ കിട്ടിയിരുന്ന മരുന്നുകൾ ഇപ്പോൾ പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രോഗികൾ എത്തിച്ചിരിക്കുന്നു. ഉന്നതാധികാരികൾക്കായി സർക്കാർ ഒന്ന് കോവിഡ് കാലത്ത് അറിയാലോ, കിറ്റ് വിതരണം, കിറ്റ് വാങ്ങിച്ച് PP കിറ്റ് വാങ്ങിച്ച് കോടികളുടെ അഴിമതിയാണ്, കോടികളുടെ അഴിമതി. അതുകൂടാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം. അപ്പൊ 100 കോടി രൂപ മരുന്ന് കൊടുക്കും. അപ്പൊ കമ്പനി ഇവര് വേണ്ടി ധാരണ എത്തുവാണ്. കമ്പനി പറയാ, ഞങ്ങൾ കുറെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുണ്ട്, ഞങ്ങൾക്ക് 20% പൈസ എന്നാണ്. കാരണം നശിപ്പിച്ച് കളയുന്ന മരുന്ന് അത് സപ്ലൈ ചെയ്യാം. 100 കോടി രൂപ ഞങ്ങൾ ബില്ല് പാസ്സാക്കി തന്നാൽ 20 കോടി രൂപ കഴിച്ച് ബാക്കി 80 കോടി രൂപ നിങ്ങൾക്ക് തന്നേക്കാം. അത് മറ്റാണ് കൈക്കൂലി, അടിക്കൂലി ഭരിക്കുന്ന പൈസ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോവിഡ് കാലത്ത് വിതരണം ചെയ്ത നാണകെട്ട സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത്. കോടികളാണ് കൈക്കലാക്കിയത്. കോവിഡ് കാലത്ത് കൊള്ളയായിരുന്നു, കോവിഡ് കൊള്ളയാണ് നടത്തിയത്, മരുന്നിന്റെ പേരിൽ നടത്തിയത് കൊള്ളയാണ്. ഇനി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കഴിച്ച എന്താ കുഴപ്പമൊന്നും ഇപ്പൊ പലരും വിചാരിച്ച, വേറെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടും, എല്ലാം വരും. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെടുത്ത് പങ്കാളിക്കൊണ്ടാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. വർത്തമാനം കേട്ടാൽ PR ഏജൻസികൾ വഴി നടത്തുന്ന പ്രചരണം കേട്ടാലോ, കഴിഞ്ഞ ആരോഗ്യമന്ത്രിയും ഈ ആരോഗ്യമന്ത്രിയും മുഴുവൻ പരിപാടി PR ഏജൻസികൾ വെച്ച് വന്ന ക്യാമ്പയിനാണ്. അപ്പോ യഥാർത്ഥ വിവരങ്ങൾ പുറത്ത് കിട്ടില്ല. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അധ്യക്ഷത വഹിച്ചു. MLA മാരായ അൻവർ സാദത്ത്, TJ വിനോദ്, എൽദോസ് കുന്നപ്പള്ളി, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.